1395 റേഞ്ചിൽ സെമി ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ പ്രിന്റും അതുപോലെ കാന്ത എംബ്രോയ്ഡറിയും വരുന്ന സാരിയുടെ കളക്ഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. ഇൻഡിഗോ ബ്ലൂ ടോണിലാണ് നമുക്കിത് വരുന്നത്. ഒരു ഡിഫറെൻറ്റ് പ്രിന്റിൽ ഇങ്ങനെ കാന്ത എംബ്രോയ്ഡറിയും ചെറിയ ചെറിയ സ്വീക്വൻസ് വർക്കുമാണ് വന്നേക്കുന്നത്. ഡെയിലി യൂസിന് പറ്റിയ നല്ലൊരു പാറ്റേൺ ആണ്. ഇത്രയും പ്രിന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കളക്ഷൻ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം. 1395 റേഞ്ചിലാണ് ഈ ഒരു സാരിയൊക്കെ നമുക്ക് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് സാരിയുടെ പാറ്റേൺ വന്നേക്കുന്നത്. ക്ലോസർ ലുക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പല്ലുവിൻ്റെ പോർഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഉടുക്കുന്ന പോർഷനിലൊക്കെ ഫുള്ളായിട്ടും കാന്ത എംബ്രോയ്ഡറി സ്വീക്വൻസ് വർക്കുമാണ് ചെയ്തേക്കുന്നത്. പല്ലു ഇങ്ങനെ നമുക്ക് പ്രിൻറ്റഡ് ആയിട്ട് വരും. അതുപോലെ നമുക്ക് ആ കുത്തുന്ന പോർഷനിലേക്ക് പ്ലീറ്റ്സിൻ്റെ പോർഷനിലേക്ക് വരുമ്പോൾ ഹാഫായിട്ടാണ് വന്നേക്കുന്നത്. മുകളിലേക്ക് പ്രിൻറ്റും താഴേക്ക് നമുക്ക് ആ ഒരു കാന്ത എംബ്രോയ്ഡറിയും സൈഡിലൊരു സിൽവർ ബോർഡറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഫുൾ പ്രിൻറ്റഡ് ആയിട്ട് വരും. എന്നിട്ട് ആ ഒരു ബോർഡർ ലൈനിൽ കാന്ത എംബ്രോയ്ഡറിയും ചെറിയ സ്വീക്വൻസ് വർക്കുമാണ് കൊടുത്തേക്കുന്നത്. ഓവറോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. പാറ്റേൺ നമുക്ക് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഇതിൽ 2 ഡിസൈനാണ് വന്നേക്കുന്നത്. ഇതിൽ ചെറിയൊരു ലീഫിൻ്റെ പ്രിൻ്റ് പകുതി വരും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വലിയ ഡിസൈൻ വന്ന് അതിൽ ഫുൾ കാന്ത എംബ്രോയ്ഡറി ചെയ്തേക്കുവാണ്. പല്ലും നമുക്ക് ആ സെയിം നേരത്തെ കാണിച്ച പോലെ ഫുൾ പ്രിൻറ്റഡ് ആയിട്ട് വരും. ബ്ലൗസ് പീസ് വരുമ്പോൾ നമുക്ക് ചെറിയ പ്രിൻറ്റിലാണ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. ഡിഫറെൻറ്റ് പ്രിൻറ്റിൽ നമുക്ക് ബോക്സ് പാറ്റേണിലാണ് ഈ ഒരു സാരി വന്നേക്കുന്നത്. ഇതിലും കാന്ത എംബ്രോയ്ഡറി ചെയ്തേക്കുവാണ്. അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ലീഫിൻ്റെ പ്രിൻറ്റ് വരുന്നുണ്ട്. അതിലും എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് ഇതിൻ്റെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ബ്ലൗസ് പീസിൻ്റെ പാറ്റേൺ. ഡിസൈൻ നമുക്ക് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഇതിലും ഹാഫ് ആൻഡ് ഹാഫ് ആയിട്ടാണ് വരുന്നത്. ഒരു വേവ് ഡിസൈനിലാണ് ഇത് വന്നിട്ട് അതിൽ ഫുൾ എംബ്രോയ്ഡറി ചെയ്തേക്കുവാണ്. ഇങ്ങോട്ട് കുറച്ചുകൂടെ വലിയൊരു ലീഫിൻ്റെ പ്രിൻ്റാണ് വന്നേക്കുന്നത്. അതിലും സ്വീക്വൻസ് വർക്കും കാന്ത എംബ്രോയ്ഡറിയും പല്ലും നമുക്ക് സെയിം പാറ്റേൺ തന്നെ വരും. ബ്ലൗസ് പീസ് ഫുള്ളായിട്ട് നമുക്ക് ആ സൈഡിൽ കണ്ട ആ ഒരു സെയിം പ്രിൻറ്റ് തന്നെയാണ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. സെൻറ്ററിൽ നമുക്ക് ചെറിയ ഡിസൈൻ വന്നിട്ട് അതിൽ എംബ്രോയ്ഡറി ചെയ്യും. പിന്നെ നമുക്ക് ഇതിൻ്റെ ബോർഡർ വരുമ്പോൾ കുറച്ചുകൂടെ ഡാർക്കർ ടോണിലേക്ക് വന്നിട്ട് കണ്ടോ ഇങ്ങനെയാണ് ബോർഡർ പാറ്റേൺ. ഈ സൈഡിലും അത് തന്നെ. എന്നിട്ട് നമുക്ക് ബോർഡറിൽ ചെറിയ കാന്ത എംബ്രോയ്ഡറി ലൈൻസ് പാറ്റേണിൽ ചെയ്തിട്ട് പല്ലുവിലും ഫുൾ എംബ്രോയ്ഡറി വരും. ബ്ലൗസ് പീസ് ഇതിൻ്റെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. ബ്ലൗസ് പീസിൻ്റെ സൈഡിലും എല്ലാ സാരിക്കും കാന്ത എംബ്രോയ്ഡറി വരും. നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഇതിലും കുറച്ച് വലിയ ഡിസൈൻ വരും. സെൻറ്ററിലേക്ക് നമുക്ക് ഫുള്ളായിട്ടും എംബ്രോയ്ഡറി, 2 സൈഡിലും സിക്സാക് ഡിസൈനിലാണ് ബോർഡർ വരുന്നത്. അതുപോലെ ബ്ലൗസ് പീസ് വരുമ്പം ഇങ്ങനെയാണ് നമുക്ക് ഫുൾ പ്രിൻറ്റ് വന്നിട്ട് സൈഡിൽ കാന്ത എംബ്രോയ്ഡറിയാണ് ചെയ്തേക്കുന്നത്.